AAC 4B, നമ്മൾ 4A ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആയിരുന്നു. AAC 4B ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. അത് പറയുന്നത് ദ ഇനീഷ്യൽ അസസ്മെൻറ്റ് ഈസ് പെർഫോംഡ് ബൈ എ ക്വാളിഫൈഡ് പേഴ്സണൽ. അതിനകത്ത് ഒരുപാട് എക്സ്പ്ലനേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മുടെ ഇനിഷ്യൽ അസസ്മെൻറ്റ് ചെയ്യണം, അതിന് കൃത്യം ഫോർമാറ്റ് വേണമെന്ന് പറയുമ്പോൾ ആരാണ് ഈ ഇനിഷ്യൽ അസസ്മെൻറ്റ് പെർഫോം ചെയ്യേണ്ടത്? ആ ഓരോ സ്പെഷ്യാലിറ്റിയിലേക്കും വരുന്ന പേഷ്യൻസിൻ്റെ നോളജ്, ആ ഒരു ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ നോളജ് ഉള്ള ആളാണ് ഇനിഷ്യൽ അസസ്മെൻറ്റ് ചെയ്യേണ്ടത്. അതിന് ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ ഉണ്ട്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് തന്നിരിക്കുന്ന ഗൈഡൻസ് ഉണ്ട്. അതനുസരിച്ചുള്ള ക്വാളിഫൈഡ് പേഴ്സണലായിരിക്കണം. അവരുടെ ഫിസിക്കൽ, സ്പിരിച്വൽ, സോഷ്യൽ അസസ്മെൻറ്റുകളാകാം. പക്ഷെ അത് ചെയ്യുന്നതിന് ക്വാളിഫൈഡ് പേഴ്സണൽ വേണം അത് ചെയ്യാനായിട്ട്. അതാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും നമ്മൾ പലപ്പോഴും അബദ്ധം പറ്റാൻ സാധ്യതയുള്ളൊരു കാര്യം, നമ്മുടെ വിസിറ്റിംഗ് കൺസൾട്ടൻസ് പേഷ്യൻസിനെ നമ്മുടെ അടുത്തേക്ക് അയക്കും. അപ്പോൾ അവർ ഇവിടെ വന്ന് പേഷ്യൻറ്റിനെ കാണുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഒ പിയിലിരിക്കും, വേറൊരു ക്ലിനിക്ക് നടത്തുന്നിടത്തുനിന്നായിരിക്കും നമ്മുടെ അടുത്ത് അഡ്മിഷൻ അയക്കുന്നത്. അവർ വന്ന് പേഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്ത് പോകുന്നുണ്ടാവും. പേഷ്യൻ്റ് വരുന്ന സമയത്ത് ഇനിഷ്യൽ അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ ഇനിഷ്യൽ അസസ്മെൻറ്റ് ചെയ്യുന്നതിന് ആരാണ് അത്തരത്തിലുള്ള കേസുകളിൽ ചെയ്യേണ്ടതെന്ന് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ കൂടെ ഉണ്ടാവണം. അങ്ങനെ വ്യക്തമായ ഒരു സിസ്റ്റം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. ആരാണ് ഇനിഷ്യൽ അസസ്മെൻറ്റ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ, അത് ഒ പിയിലാര്, എമർജൻസിയിൽ ആര് ചെയ്യണം, സ്പെഷ്യാലിറ്റി അഡ്മിഷൻസിൽ ആര് ചെയ്യണം, ഡേ കെയറിൽ ആര് ചെയ്യണം. സോ അതാണ് AAC 4B എന്ന് പറഞ്ഞ കമ്മിറ്റ്മെൻറ്റ്. ദ ഇനിഷ്യൽ അസസ്മെൻറ്റ് ഈസ് പെർഫോംഡ് ബൈ എ ക്വാളിഫൈഡ് പ്രൊഫഷണൽ.